ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് കാണിക്കുന്നത്. ആ ഒരു ഇമോഷണൽ സൈഡ് ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു ഇമോഷണൽ സൈഡ് കാണിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഫാമിലിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എല്ലാവരും പൊതുവേ പറയുന്ന ഒരു നെഗറ്റീവാണ് ഈ ദൃശ്യത്തിന്റെ മേക്കപ്പ്, ഇതൊരു എന്താണ് കളർ ഗ്രേഡിങ്, അതൊക്കെ ഒരു സീരിയൽ ലെവൽ. പക്ഷേ അങ്ങനെ ഒരു മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയ്ക്ക് ആവശ്യം. ഇതൊരു നാച്ചുറൽ, ഒരു നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു സാധാരണ ഫാമിലി, അദ്ദേഹം സാഹചര്യം കൊണ്ട് ഇങ്ങനെ ഒരു ആ ദൃശ്യത്തിന്റെ തീം നമുക്കറിയാലോ. അപ്പൊ ആ ഒരു ലെവലിൽ വേണ്ട സാധനമാണ്. പക്ഷെ ഇതിനകത്ത് ഇമോഷണൽ ആയിട്ടുള്ള സീനുകളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു സൈഡിൽ നമ്മൾ പറയുന്ന പോലെ ഒരു സൈഡിൽ ഒരു പ്രധാന ചടങ്ങ് നടക്കുന്നു, മറ്റേ സൈഡിൽ ടെൻഷൻ നടക്കുന്നു. അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ ലാലേട്ടന്റെ അതിഗംഭീരമായ പെർഫോമൻസ് ആണ്. നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പോൾ തുടരുമിൽ കണ്ടതോ അങ്ങനെയുള്ള ബാക്കി സിനിമകളുടെ കാര്യമല്ല. ജോർജ് കുട്ടിയായിട്ട് വരുമ്പോൾ ലാലേട്ടനുള്ള ചില പ്രത്യേക സംഭവങ്ങളുണ്ടല്ലോ. അവസാനം വരെ നമ്മൾ ആ ജോർജ് കുട്ടിയാണ് നമ്മൾ കണ്ടത്. അത് ഫാൻസിന് വേണ്ടി അങ്ങനെ വേറെ രീതിയിലുള്ള സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവരുടെ ഫാമിലിക്ക് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സിനിമ വന്ന് കാണുക. പിന്നെ ഒരു ഇത് അത്രയും കുറച്ചുകൂടെ കഥ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം മക്കൾ വളർന്നിട്ടുണ്ട്, ഫാമിലി വളർന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മൾ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യേണ്ടത്. അവരും മാനസികമായിട്ട് കുറച്ചുകൂടെ അവർക്ക് പ്രായമായിട്ടുണ്ട്. ചില സമയത്ത് പണ്ടത്തെ ആദ്യം കണ്ട ജോർജ് കുട്ടിയെ പോലെ അങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറല്ല. ഇമോഷണലി അയാളും ഡൗൺ ആവുന്നുണ്ട്. ആ ഗ്രാഫൊക്കെ സിനിമ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ തീർത്തും ഇമോഷണൽ സൈഡ് മാത്രമുള്ള സിനിമയല്ല. നമ്മൾ ദൃശ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇന്റർവെൽ പഞ്ചും മറ്റു ട്വിസ്റ്റുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട് ദൃശ്യം അടിപൊളിയായിട്ട് ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് തന്ന ഒരു ഗംഭീര ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പേഴ്സണലി എനിക്ക് വളരെയധികം വർക്കായി. പക്ഷേ ഈ ഒരു ആംഗിളിൽ നമ്മൾ കാണണം. ഒരു ഫാമിലി അത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്നുള്ള ആംഗിളിൽ കണ്ടു കഴിഞ്ഞാൽ ദൃശ്യം 3 ഒരു അടിപൊളി സിനിമയായിട്ട് തന്നെ ഫീൽ ചെയ്യും.